ഹലോ. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് കിച്ചണിൽ ചെന്നപ്പോൾ എനിക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ട് കുറച്ച് പണികളൊക്കെ തന്നായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് ആ പണി. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിണ്ടാവുമല്ലോ ആരാന്ന്. എലിയാണ് കേട്ടോ. ഇതൊക്കെ അവിടെ വച്ചിട്ട് ഞാൻ വേഗം തന്നെ ക്ലാസ്സിൽ പോയി കുറച്ച് നേരം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വന്നിട്ടാണ് പിന്നെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് കേട്ടോ. എലി വന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പുതിയ പാക്കറ്റ് പൊട്ടിച്ചിട്ടതേ ഉള്ളായിരുന്നു. ആ പാത്രം കടിച്ച് തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ബദാം ഇട്ട് വെച്ചിരുന്ന പാത്രത്തിൻ്റെ സൈഡും കളഞ്ഞു. കുറച്ച് കാസറോളിൻ്റെ സൈഡും കറണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ചപ്പാത്തി പലകയുടെ കുറച്ച് ഭാഗം കറണ്ട് എടുത്തു. അവിടെ എവിടെയൊക്കെ എലി കാഷ്ടിച്ച് വെച്ചേക്കുമായിരുന്നു. ഫുൾ എൻ്റെ കിച്ചൺ മുഴുവനും മോശമാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയിരുന്നത്. എനിക്ക് ഒരു 8ൻ്റെ പണിയല്ല, ഒരു 18ൻ്റെ പണി എന്നിട്ടാണ് ഈ എലിക്കുട്ടം പോയിരുന്നത്. പിന്നെ അതേ ക്ലീനിങ്ങും കാര്യങ്ങളും ആയിരുന്നു. ഓഫീസുള്ള കാരണം രജിയേട്ടന് രാവിലത്തെ ക്ലീനിങ്ങിനൊന്നും നിൽക്കാൻ ടൈം കിട്ടിയില്ലായിരുന്നു. പിന്നെ കുട്ടികൾക്കാണെങ്കിലും ക്ലാസ് ഇല്ലാത്ത തന്നെ രണ്ടുപേരെയും ടി വിയും കാണിച്ചു കൊടുത്തിട്ട് ഞാൻ വേഗം ക്ലീനിങ് കാര്യങ്ങളിലേക്കൊക്കെ തുടങ്ങി കേട്ടോ. എല്ലാ സംഭവങ്ങളും നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കണമല്ലോ. ഞങ്ങൾ എലീനെ കാണുകയും ചെയ്തിരുന്നേ. നമ്മൾ കിച്ചണിൽ വെക്കുന്ന എയർ ഫാനിൻ്റെ സൈഡിൽ കൂടി അത് വന്നായിരുന്നു. തിരിച്ചതിലേ തന്നെ അത് അന്തസ്സായിട്ട് പോവുകയും ചെയ്തായിരുന്നു. അപ്പം നമ്മൾ മൊത്തം എല്ലാ പാത്രങ്ങളും കൊടുത്ത് ക്ലീൻ ചെയ്തു. ഞാൻ എപ്പോഴും പാത്രം കൂടുതൽ മേടിക്കുമ്പോൾ എന്നെ വഴക്ക് പറയാറുണ്ട്, ഒരുപാട് പാത്രം നമ്മൾ മേടിക്കേണ്ട, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോസ്റ്റിംഗ് ഒക്കെ വന്ന് നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് പോകുന്ന സമയത്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, നീ കുറച്ച് പാത്രങ്ങൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പാത്രം കണ്ട ആക്രാന്താണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഇന്നാണ് അതിൽ സങ്കടം തോന്നിയത്. വളരെ കറക്റ്റായി രചിട്ടൻ പറഞ്ഞത്, ഒരു വീട്ടിലേക്ക് മിതമായ പാത്രങ്ങൾ മതി. ഇത് മുഴുവനും കഴുകിയെടുത്തപ്പോഴത്തേക്കും എൻ്റെ നടു ഒടിഞ്ഞു എന്ന് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ എനിക്ക് ഫുഡ് കാര്യങ്ങളാക്കാനൊക്കെ പറ്റില്ലായിരുന്നു. പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. പിന്നെ ഞാൻ രാവിലെ തന്നെ ഇഡ്ഡലിയും സാമ്പാറും വെച്ചത് കാരണം ആ സാമ്പാറിൻ്റെ കൂടെ ചോറെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ ഗസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് പണി തരാറുണ്ടോ?